ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് DC ട്യൂബ് ലൈറ്റാണ്. 12 വോൾട്ട് ബാറ്ററിയിൽ നിന്നും വർക്ക് ചെയ്യിക്കാവുന്ന ഒരു ട്യൂബ് ലൈറ്റാണിത്. ഇത് 2 അടി ട്യൂബ് ലൈറ്റായിട്ടും ഉപയോഗിക്കാം, 4 അടി നീളമുള്ള ട്യൂബ് ലൈറ്റായിട്ടും നമുക്ക് ഉപയോഗിക്കാം. വണ്ടിയുടെ ബാറ്ററി ഉപയോഗിച്ചും നമുക്കിത് വർക്ക് ചെയ്യിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് ആണ് ഈ ട്യൂബ് ലൈറ്റ് കത്തിച്ച് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം എന്തോരം വെളിച്ചമുണ്ടെന്നുള്ളത്. ഇത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബോർഡാണ്. 12 വോൾട്ട് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ 40 വോൾട്ട് വരെ നമുക്ക് കൂടുതൽ വോൾട്ടേജ് ആയിട്ട് കിട്ടാവുന്ന ഒരു സർക്യൂട്ടാണിത്. ഇത് DC വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് വരുന്നതും ഇൻപുട്ട് കൊടുക്കേണ്ടതും. ഇതിൽ നമുക്ക് ഒരു പ്രീസെറ്റ് ഉണ്ട്, അതുപയോഗിച്ച് വോൾട്ടേജ് കൂട്ടാനും അതിനെ കുറയ്ക്കാനുമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് LED സ്ട്രിപ്പ്. ഇത് ഫിലിപ്സ് LED, എവറഡി LED ട്യൂബുകളിൽ നിന്നും അഴിച്ചെടുക്കുന്ന സ്ട്രിപ്പുകളാണ്. വയറെടുത്ത് അതിൻ്റെ അറ്റം സ്ട്രിപ്പ് ചെയ്ത് നമുക്ക് ആവശ്യമായ രീതിയിൽ കണക്ട് ചെയ്യാം. ആ ബോർഡ് എടുത്ത് അതിൽ ഇൻപുട്ട് എന്ന് എഴുതിയിരിക്കുന്ന സൈഡിൽ പോസിറ്റീവും നെഗറ്റീവും കൃത്യമായ രീതിയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നിടത്ത് ആ വയറ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. കണക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും മാറാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഔട്ട്പുട്ട് സൈഡിലും അതുപോലെ തന്നെ വയർ കണക്ട് ചെയ്യുക, റെഡും ബ്ലാക്കും. ഈ ബോർഡ് നമുക്ക് ഇലക്ട്രോണിക്സ് കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. 12 വോൾട്ടിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ബോർഡുകൾ. തൃശ്ശൂർ ഒരുവിധ എല്ലാ ഇലക്ട്രോണിക്സ് കടകളിലും ഇത് ലഭിക്കുന്നതാണ്. ഇത് നമ്മളിപ്പോൾ LED ബൾബിലേക്ക് അത് നമ്മൾ വയർ കണക്ട് ചെയ്തു. ഇനി നമുക്കത് പ്രീസെറ്റ് ഉപയോഗിച്ച് ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ തിരിച്ച് അതിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വെളിച്ചം കുറയുന്നത് കണ്ടോ? അപ്പോൾ അതിലേക്കുള്ള വോൾട്ടേജ് കുറഞ്ഞു. ഇനിയിപ്പോൾ വോൾട്ടേജ് കൂട്ടുകയാണ്. വോൾട്ടേജ് കൂടുമ്പോൾ അതിൻ്റെ ബ്രൈറ്റ്നസ് കൂടി വരുന്നു. നമ്മളപ്പോൾ അതിലേക്ക് ആവശ്യമായ കറണ്ടിനനുസരിച്ചുള്ള വോൾട്ടേജ് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 12 വോൾട്ട് ബാറ്ററി, കമ്പ്യൂട്ടറിൻ്റെ UPS ബാറ്ററി ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യിക്കുന്നത്. പോസിറ്റീവും നെഗറ്റീവും കൃത്യമായ രീതിയിൽ തന്നെ കണക്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ബോർഡിന് കംപ്ലൈൻറ്റ് വരും.
ഇതിപ്പോൾ എൻ്റെ റൂമിലാണ്, എൻ്റെ റൂമിൻ്റെ അകത്താണ് ഞാനിപ്പോൾ ആ ബൾബ് കത്തിച്ചിരിക്കുന്നത്. അത്യാവശ്യം റൂമിലേക്ക് വേണ്ട വെളിച്ചമെല്ലാം ഇതിൽ നിന്ന് കിട്ടും. ഇത് സോളാർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോളാറിൽ നിന്നും ഒരു ബാറ്ററി വെച്ച് നമ്മുടെ റൂമുകളിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ കറണ്ട് കാശ് ലാഭിക്കാം നമുക്ക്. അതുപോലെ തന്നെ വെള്ളപ്പൊക്ക സമയത്തും നമുക്കിത് ഉപയോഗിക്കാം. വണ്ടിയുടെ ബാറ്ററിയിൽ നിന്നും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം കിട്ടാവുന്നതാണ്. ഇപ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ കറണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് നമുക്കൊരു ബാറ്ററി കൊണ്ടുപോയാൽ ഇങ്ങനെ ലൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് ബാറ്ററിയിൽ നിന്നും വർക്ക് ചെയ്യിക്കാവുന്നതാണ്.